in this session we discuss about the digestive glands. Major digestive glands. They secrete digestive juices for the digestion of food. ഫുഡ് ഡൈജഷനെ സഹായിക്കുന്ന ഡൈജസ്റ്റീവ് ജ്യൂസസിനെ സെക്രീറ്റ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സാണ് ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് എന്നറിയപ്പെടുന്നത്. സലൈവറി ഗ്ലാൻഡ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്ലാൻഡ്സ് ആണ്. സലൈവറി ഗ്ലാൻഡ്സ്, ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്, അതായത് സ്റ്റൊമക്കിലുള്ള ഗ്ലാൻഡ്സ്, ലിവർ, പാൻക്രിയാസ് ആൻഡ് ഇൻറ്റസ്റ്റൈനൽ ഗ്ലാൻഡ്സ്. ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് digestive glands. First comes the salivary gland. Salivary glands, there are three pairs of salivary glands: parotid, submaxillary, sublingual. Parotid, submaxillary, sublingual എന്ന് പറയുന്ന മൂന്ന് തരത്തിലുള്ള 3 pairs of salivary glands ആണുള്ളത്. These glands are situated just outside the buccal cavity. And they secrete salivary juice to the buccal cavity. Buccal cavity le salivary juice secrete ചെയ്യാണ് ചെയ്യുന്നത്. The parotid gland കാണാം, sublingual and submandibular. അത് സലൈവ എന്ന് പറയുന്ന ഡൈജസ്റ്റീവ് ജ്യൂസിനെ സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡ്സ് ആണ് സലൈവറി ഗ്ലാൻഡ്. പരോട്ടിഡ്സ് ആർ സീൻ ഇൻ ദ ചീക്സ്. പരോട്ടിഡ് ചീക്സിലല്ലേ കാണുന്നത്, ചീക്സിൽ കാണുന്നു. സബ് മാൻറ്റിബുലാർ ഗ്ലാൻഡ്സ് ലോവർ ജോയിൽ കാണുന്നു, സബ് മാൻറ്റിബുലാർ അല്ലെങ്കിൽ സബ് മാക്സിലറി എന്ന് പറയുന്നത്. ദെൻ സബ് ലിംഗ്വൽ എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും? ലിംഗ്വ, ടങ്ങിൻ്റെ താഴെ. അതിൻ്റെ ആ പൊസിഷൻ പേരിൽ നിന്ന് ഏകദേശം കിട്ടുന്ന പോലെയാണ്. Salivary gland secretes saliva. It consists of 99.5% water, mucus, enzymes like salivary amylase. It is also known as ptyalin. Salivary amylase or ptyalin. Then lysozyme. Lysosome അല്ല, lysozyme. അത് നമ്മുടെ ഫുഡിൽ കൂടി ഏതെങ്കിലും ചെറിയ മൈക്രോബ്സ് ഒക്കെ കടക്കുകയാണെങ്കിൽ അതിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈംസ് ആണ് ലൈസോസൈംസ്. ആൻഡ് ഇലക്ട്രോലൈറ്റ്സ്, that is sodium, potassium, chloride, HCO3, bicarbonate ions. ഇതൊക്കെയുള്ളതാണ് സലൈവ. Next comes the gastric glands. Gastric glands means tubular glands found on the inner walls of the stomach. സ്റ്റൊമക്കിൻ്റെ ഇന്നർ വാൾസിൽ കാണുന്ന ട്യൂബുലാർ ഗ്ലാൻഡ്സ്, അതാണ് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് എന്ന് അറിയപ്പെടുന്നത്. ദേ സെക്രീറ്റ് അസിഡിക് ആയിട്ടുള്ള ഗ്യാസ്ട്രിക് ജ്യൂസിനെയാണ് അവർ സെക്രീറ്റ് ചെയ്യുന്നത്. അസിഡിക് ആയിട്ടുള്ള ഗ്യാസ്ട്രിക് ജ്യൂസ്. ഗ്യാസ്ട്രിക് അസിഡിക് ആണ് ബിക്കോസ് pH is 1.8 to 2. 1.8 മുതൽ 2 വരെയാണ് അതിൻ്റെ pH. ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് കൺസിസ്റ്റ് ഓഫ് 3 kinds of cells. മെയിനായിട്ട് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സിൽ 3 തരം സെൽസ് ആണുള്ളത്. ഏതൊക്കെയാണ്? മ്യൂക്കസ് സെൽസ്, അല്ലെങ്കിൽ പിന്നെ ചീഫ് സെൽസ് ഓർ സൈമോജൻ സെൽസ് ഓർ പെപ്റ്റിക് സെൽസ്, ദെൻ ഓക്സിൻറ്റിക് ഓർ പറൈറ്റൽ സെൽസ്. ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സിൻ്റെ ഡയഗ്രാമൊക്കെ കാണിച്ചിട്ടുണ്ട്. ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് സെൽസും കാണിച്ചിട്ടുണ്ട്: മ്യൂക്കസ് സെൽ, ചീഫ് സെൽ, പറൈറ്റൽ സെൽ. മ്യൂക്കസ് സെല്ലിൻ്റെ ഫംഗ്ഷൻ ദാറ്റ് സെക്രീറ്റ്സ് മ്യൂക്കസ്. പേരിൽ നിന്ന് തന്നെ അറിയാം, ദേ സെക്രീറ്റ് മ്യൂക്കസ് ആൻഡ് ബൈകാർബണേറ്റ് അയൺസ് ആൻഡ് പ്രൊട്ടക്ട് സ്റ്റൊമക് വാൾ ഫ്രം HCl ആൻഡ് പ്രിവെൻറ്റ്സ് ഓട്ടോ ഡൈജഷൻ. അപ്പോൾ മ്യൂക്കസ് ഒരു കവറിങ് ആയിട്ട് നിൽക്കുന്നു. സ്റ്റൊമക് വാൾസിനെ HCl സെക്രീഷൻ, അതായത് ഈ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ്, ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് HCl പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈ പറയുന്ന ഗ്യാസ്ട്രിക് സെൽസിനെ നശിപ്പിക്കാൻ പാടില്ലല്ലോ, അതിന് വേണ്ടിയിട്ട് മ്യൂക്കസ് ഒരു കവറിങ് ആയിട്ട് നിൽക്കും. അപ്പോൾ ആ മ്യൂക്കസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസാണ് മ്യൂക്കസ് നെക്ക് സെൽസ്. ദെൻ കംസ് ദ ചീഫ് സെൽസ്, അല്ല ഓർ അതിൻ്റെ പേരാണ് ചീഫ്. അത് പേര് കേൾക്കുമ്പോൾ തന്നെയാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തോ ഒരു ഫംഗ്ഷനാണ് ചെയ്യുന്നത്. ഒരു സൈമോജൻ ഓർ പെപ്റ്റിക് സെൽസ്, ചീഫ് സെൽ ഓർ സൈമോജൻ ഓർ പെപ്റ്റിക് സെൽ. ദേ സെക്രീറ്റ്സ് പ്രോ എൻസൈംസ് ലൈക്ക് പെപ്സിനോജൻ ആൻഡ് പ്രോറെനിൻ ആൻഡ് ഓൾസോ സം ലിപ്പേസ്. പ്രോ എൻസൈംസ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസസ് which can be converted to enzymes or precursors of enzymes. അവർ ആക്റ്റീവ് എൻസൈംസ് അല്ല, അവരെ നമുക്ക് ആക്റ്റീവ് എൻസൈംസ് ആയിട്ട് മാറ്റാം. അങ്ങനത്തെ സബ്സ്റ്റൻസിനാണ് പെപ്സിനോജൻ
റെനിൻ, അതായത് പ്രോ എൻസൈംസ് എന്ന് വിളിക്കുന്നു. അതിൻ്റെ പേരാണ് പെപ്സിനോജൻ, വേറൊരെണ്ണം റെനിൻ. ഇതൊക്കെ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസ് ആണ്. ചില ലിപ്പേസുകളെയും ഈ ചീഫ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ലിപ്പേസ് ഫാറ്റ് ഡൈജസ്റ്റിംഗ് എൻസൈംസ്. Then comes the oxyntic or parietal cells. It secretes HCl and also Cassell's intrinsic factor. HCl നേരത്തെ പറഞ്ഞു, HClനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഹൈഡ്രോക്ലോറിക് ആസിഡിനെ സെക്രീറ്റ് ചെയ്യുന്ന സെൽസാണ് ഓക്സിൻറ്റിക് അല്ലെങ്കിൽ പരീറ്റൽ സെൽസ്. ഇത് സെക്രീറ്റ് ചെയ്യുന്ന വേറെ സ്ട്രക്ചേഴ്സാണ് കാസൽസ് ഇൻട്രിൻസിക് ഫാക്ടർ. അത് വൈറ്റമിൻ B12 അബ്സോർപ്ഷന് സഹായിക്കുന്നതാണ്. വൈറ്റമിൻ B12 നമ്മുടെ തൈരിലൊക്കെ ധാരാളം അടങ്ങിയിരിക്കുന്ന ഒരു വൈറ്റമിനാണ്. അപ്പോൾ അതിൻ്റെ അബ്സോർപ്ഷനെ സഹായിക്കുന്ന ഒരു ഫാക്ടറാണ് കാസൽസ് ഇൻട്രിൻസിക് ഫാക്ടർ. ഇറ്റ് ഈസ് സെക്രീറ്റഡ് ബൈ ദ ഓക്സിൻറ്റിക് സെൽസ്. സോ gastric glands it is tubular gland. It secretes acidic gastric juice. 3 kinds of cells are seen. Mucus cells, it secretes mucus, which helps the stomach cells from HCl. Next, chief cells are zymogen or peptic cells. It produces proenzymes like prorenin, pepsinogen. It also produces lipase. Then comes the oxyntic cells or parietal cells. They secretes HCl and also Cassell's intrinsic factor, which is responsible for vitamin B12 absorption. Okay. Then comes the liver. Liver is the largest gland, which is about 1.5 kilogram in weight. 1.5 kilogram വരുന്ന ഏറ്റവും വലിയ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഗ്രന്ഥിയാണ് ലിവർ, കരൾ. ഇറ്റ് ഇസ് റെഡിഷ് ബ്രൗൺ ഇൻ കളർ. റെഡിഷ് ബ്രൗൺ ആണ്. ബൈലോബ്ഡ് ആണ്. 2 ലോബുണ്ട്, നിങ്ങൾക്ക് കാണാം. ഒരു വലിയ ലോബും ഒരു ചെറിയ ലോബും. റൈറ്റ് ലോബ് ഇസ് ലാർജ് ആൻഡ് ലെഫ്റ്റ് ഇസ് സ്മോൾ. ഈച്ച് ലോബ് ഇസ് ഫോംഡ് ഓഫ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് കോൾഡ് ഹെപ്പാറ്റിക് ലോബ്യൂൾസ്. അപ്പോൾ ലിവറിലെ സ്ട്രക്ചറൽ ഫങ്ഷണൽ യൂണിറ്റിൻ്റെ പേരാണ് ഹെപ്പാറ്റിക് ലോബ്യൂൾസ്. എ ലോബ്യൂൾ ഹാസ് മെനി ഹെപ്പാറ്റിക് സെൽസ്. ഓരോ ലോബ്യൂളിലും ഹെപ്പാറ്റിക് സെൽസ് ഉണ്ട്. ഇതാണ് ഹെപ്പാറ്റിക് ലോബ്യൂൾ. ഹെപ്പാറ്റിക് സെൽസ് ഉണ്ട്. ദേ ആർ അറേഞ്ച്ഡ് ആസ് കോഡ്സ് അറൗണ്ട് എ സെൻട്രൽ വെയിൻ. ഒരു നടുക്കുള്ള വെയിനിന് ചുറ്റും കോഡുകൾ പോലെയാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് സെക്രീറ്റ് ചെയ്യുന്നത് ആൽക്കലൈൻ ആയിട്ടുള്ള ബൈൽ ജ്യൂസിനെയാണ്. ബൈൽ ജ്യൂസ്, ആൽക്കലൈൻ ആയിട്ടുള്ള ബൈൽ ജ്യൂസിനെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്. Each lobule is covered by a thin connective tissue sheath called Glissen's capsule. ലിവറിൻ്റെ ഓരോ ലോബ്യൂളിനെയും കവർ ചെയ്ത് ഒരു കണക്റ്റീവ് ടിഷ്യൂ കൊണ്ടുള്ള ഒരു കവറിങ് ഉണ്ട്. അതിൻ്റെ പേരാണ് ഗ്ലിസൻസ് ക്യാപ്സ്യൂൾ. ഈ കാണിച്ചിരിക്കുന്നതാണ് ഒരു ഹെപ്പാറ്റിക് ലോബ്യൂൾ എന്ന് പറയുന്നത്. നടുക്കൊരു വെയിനും സെൻട്രൽ വെയിൻ കാണാം, പിന്നെ കോഡുകളായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനെ ചുറ്റിയിട്ട് ഗ്ലിസൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന ഓരോ ലോബ്യൂളിനെയും കവർ ചെയ്ത് ഗ്ലിസൻസ് ക്യാപ്സ്യൂൾ ഉണ്ട്. ഇനി ബൈൽ എങ്ങനെയാണ് ലിവറിൽ നിന്ന് ഡുവോഡിനം വരെ ട്രാൻസ്ഫർ ചെയ്യുന്നത്? ബൈൽ ഈസ് സെക്രീറ്റഡ് ബൈ ലിവർ. ആൽക്കലൈൻ ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. അത് ഹെപ്പാറ്റിക് ഡക്റ്റിലേക്ക് പോവും. കാണുന്നുണ്ടോ? ലിവറാണ്. ലിവറിൽ നിന്ന് ധാരാളം ഹെപ്പാറ്റിക് ഡക്റ്റ് ഉണ്ട്. ഹെപ്പാറ്റിക് ഡക്റ്റിലേക്ക് പോവും. ദെൻ ഹെപ്പാറ്റിക് ഡക്റ്റിലേക്ക് പോവും. ഗോൾ ബ്ലാഡറിലേക്ക് പോവും. ഗോൾ ബ്ലാഡറിൽ താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്യാം. ദെൻ ഗോൾ ബ്ലാഡറിൽ നിന്നുള്ള ഡക്റ്റിന് പറയുന്ന പേരാണ് സിസ്റ്റിക് ഡക്റ്റ്. സിസ്റ്റിക് ഡക്റ്റ്. ഫ്രം സിസ്റ്റിക് ഡക്റ്റ് ഇറ്റ് ട്രാൻസ്ഫേഴ്സ് ടു കോമൺ ബൈൽ ഡക്റ്റ്. കോമൺ ബൈൽ ഡക്റ്റിലേക്ക് വരും. ദെൻ കോമൺ ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ്. ഹെപ്പാറ്റോ അതായത് പാൻക്രിയാസിൽ നിന്നുള്ള സെക്രീഷനും ലിവറിൽ നിന്നുള്ള സെക്രീഷനും, അത് രണ്ടും കൂടി കോമൺ ആയിട്ട് പോകുന്ന ഡക്റ്റാണ് കോമൺ ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ്. ആൻഡ് ലാർജ് ഇറ്റ് ഓപ്പൺസ് ഔട്ട് ഇൻ ടു ഡുവോഡിനം. ഇതാണ് ആ ട്രാൻസ്പോർട്ട്, അതിൻ്റെ പാത്വേ. ഇതൊന്ന് നോക്കി വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ഹെപ്പാറ്റിക് ഡക്റ്റിൽ കൂടി ഗോൾ ബ്ലാഡറിലെത്തും. ഗോൾ ബ്ലാഡറിൽ നിന്ന് സിസ്റ്റിക് ഡക്റ്റ് വഴി കോമൺ ബൈൽ ഡക്റ്റിലെത്തും. ഈ ഹെപ്പാറ്റിക് സെൽസാണ് ബൈലിനെ സെക്രീറ്റ് ചെയ്യുന്നത്. ബൈലിനെ ഹെപ്പാറ്റിക് സെൽസ് എന്ന് പറയുന്നത് ലിവറിലെ സെൽസ്. ലിവർ സെൽസാണ് ബൈലിനെ സെക്രീറ്റ് ചെയ്യുന്നത്. അത് ഹെപ്പാറ്റിക് ഡക്റ്റ് വഴി വരും. എന്നിട്ടത്
ഗോൾ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്യും, എന്നിട്ട് അവിടെ വെച്ച് കോൺസെൻട്രേറ്റ് ചെയ്യും. ചെറിയൊരു സാക്ക് പോലത്തെ സ്ട്രക്ചറാണ് ഗോൾ ബ്ലാഡർ. എന്നിട്ട് ഡക്റ്റ് ഓഫ് ഗോൾ ബ്ലാഡർ, അതിൻ്റെ പേരാണ് സിസ്റ്റിക് ഡക്റ്റ്, അലോങ് വിത്ത് ദ ഹെപ്പാറ്റിക് ഡക്റ്റ്. സിസ്റ്റിക് ഡക്റ്റും ഹെപ്പാറ്റിക് ഡക്റ്റും കൂടി കോമൺ ബൈൽ ഡക്റ്റായിട്ട് മാറും. സിസ്റ്റിക് ഡക്റ്റും ഹെപ്പാറ്റിക് ഡക്റ്റും കൂടി ജോയിൻ ചെയ്യുന്നതാണ് കോമൺ ബൈൽ ഡക്റ്റ്. ബൈൽ ഡക്റ്റും പാൻക്രിയാറ്റിക് ഡക്റ്റും കൂടി ഓപ്പൺ ചെയ്യുന്നതാണ് കോമൺ ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ്. എന്നിട്ടത് ഓപ്പൺ ചെയ്യുന്നത് ഡുവോഡിനത്തിലേക്ക്. അപ്പോൾ അതിനെ ഗാർഡ് ചെയ്യുന്നത് ഒരു സ്ഫിങ്ക്ടറാണ്. എൻ്റെ പേരാണ് സ്ഫിങ്ക്ടർ ഓഫ് OD. സർക്കുലർ മസിൽസ് ആണ്. ദാറ്റ് ഇസ് നോൺ ആസ് സ്ഫിങ്ക്ടർ ഓഫ് ODDI. ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ് ഇസ് ഗാർഡഡ് ബൈ സ്ഫിങ്ക്ടർ ഓഫ് OD. ഇതാ ഇതിൽ കാണാം, ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ് ദാറ്റ് ഇസ് ഗാർഡഡ് ബൈ സ്ഫിങ്ക്ടർ ഓഫ് OD. ഈ കാണുന്നതാണ് പാൻക്രിയാസ്, ലീഫ് ലൈക്ക് സ്ട്രക്ചർ. This is pancreas, yellowish color structure, and the opening is guarded by sphincter of OD. Then bile has no enzymes. Bile enzymes absent ആണ്, but it contains bile salts and bile pigments. Bile pigments includes bilirubin, biliverdin ഒക്കെ ഉണ്ട്. പിന്നെ കൊളസ്ട്രോൾ, ഫോസ്ഫോലിപ്പിഡ്സ്, ഇതൊക്കെ ഉള്ളതാണ് ബൈൽ ജ്യൂസ് എന്ന് പറയുന്നത്. Then comes the pancreas. This is the second largest gland. It is seen near the duodenal loop. ടെക്സ്റ്റിൽ ഒരു ഡയഗ്രം ഉണ്ട്, അതുപോലെ ഇവിടെയും കാണാം. ഡുവോഡിനത്തിൻ്റെ ഇത് C-ഷേപ്പ് ഡുവോഡിനം അല്ലേ, അതിൻ്റെ ആ ലൂപ്പ് ഇടയ്ക്കുള്ള സ്പേസ് ഇല്ലേ, ഇവിടെ കാണുന്ന ഈ ലീഫ് ലൈക്ക് സ്ട്രക്ചറാണ് പാൻക്രിയാസ്. ഇറ്റ് ഇസ് എ ക്രീം കളേർഡ് ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇറ്റ് ഈസ് ഹെറ്ററോക്രൈൻ. അതുകൊണ്ട് അതെന്താ കാരണം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ബോത്ത് എക്സോക്രൈൻ ആൻഡ് എൻഡോക്രൈൻ. എക്സോക്രൈൻ പാർട്ട് what has pancreatic duct that opens into duodenum along with the bile duct. And exocrine പാർട്ടിന് ഒരു പാൻക്രിയാറ്റിക് ഡക്റ്റ് ഉണ്ട്. എക്സോക്രൈൻ എന്ന് പറഞ്ഞാൽ ഡക്റ്റ് വഴി അവരുടെ സെക്രീഷൻസിനെ പുറത്തേക്ക് ലിബറേറ്റ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സാണ് എക്സോക്രൈൻ ഗ്ലാൻഡ്സ്. എൻഡോക്രൈൻ എന്ന് പറഞ്ഞാൽ ദേ ആർ ഡക്ട്ലെസ്, ഡക്റ്റില്ല, പക്ഷേ അത് നേരിട്ട് ബ്ലഡിലേക്ക് അവരുടെ സെക്രീഷൻസിനെ സെക്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ. പാൻക്രിയാസിന് എക്സോക്രൈൻ ഫംഗ്ഷനുണ്ട്, എൻഡോക്രൈൻ ഫംഗ്ഷനുണ്ട്. എക്സോക്രൈൻ ഫംഗ്ഷനിലാണ് പാൻക്രിയാസ് എൻസൈംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എൻഡോക്രൈൻ ഫംഗ്ഷൻ ചെയ്യുന്ന സെൽസിൻ്റെ പേരാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന്. ദേ ആർ എൻഡോക്രൈൻ ഇൻ ഫംഗ്ഷൻ. ദേ സെക്രീറ്റ്സ് ഹോർമോൺസ്. എൻഡോക്രൈൻ പാർട്ട് എൻഡോക്രൈൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സെക്രീഷൻ ഓഫ് ഹോർമോൺസ് ആണ്. അപ്പോൾ എക്സോക്രൈൻ പാർട്ടിൽ ഒരു പാൻക്രിയാറ്റിക് ഡക്റ്റ് ഉണ്ട്. അത് ഓപ്പൺ ചെയ്യുന്നത് നമുക്കിവിടെ കാണാം. ഇതാണ് പാൻക്രിയാറ്റിക് ഡക്റ്റ്. ഇതാ ഈ കാണുന്ന പാൻക്രിയാറ്റിക് ഡക്റ്റ്. അത് ഓപ്പൺ ചെയ്യുന്നു ബൈൽ ഡക്റ്റുമായിട്ട് ചെയ്യുന്ന കോമൺ ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റായിട്ട് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ അതാണ് എൻസൈംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. And the juice is known as pancreatic juice. It contains inactive protease, അതായത് ട്രിപ്സിനോജൻ. നേരത്തെ പറഞ്ഞില്ലേ ഇനാക്റ്റീവ് ആയിട്ടുള്ള എൻസൈംസ് ദാറ്റ് ക്യാൻ ബി ആക്ടിവേറ്റഡ്. എൻസൈംസിൻ്റെ പേരാണ് ട്രിപ്സിനോജൻ, കൈമോട്രിപ്സിനോജൻ, പ്രോ കാർബോക്സി പെപ്റ്റിഡേസ്. ഇതിൻ്റെയൊക്കെ ആക്റ്റീവ് ഫോമാണ് ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, കാർബോക്സി പെപ്റ്റിഡേസ്. ഇതൊക്കെ ആക്റ്റീവ് ഫോമാണ്. അപ്പോൾ ഈ ട്രിപ്സിനോജൻ, കൈമോട്രിപ്സിനോജൻ, പ്രോ കാർബോക്സി പെപ്റ്റിഡേസിനെയൊക്കെ നമുക്ക് ആക്റ്റീവ് ആക്കാൻ പറ്റുന്ന തരത്തിലുള്ള, അതായത് പ്രികേഴ്സേഴ്സ് ഓഫ് എൻസൈംസ് ആണ് ആക്റ്റീവ് എൻസൈംസ്. ദെൻ ഓൾസോ ഇറ്റ് സെക്രീറ്റ്സ് അമൈലേസസ് കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റിംഗ് എൻസൈംസ് ആണ്. ലിപ്പേസസ് ലിപ്പിഡ് ഡൈജസ്റ്റിംഗ് എൻസൈംസ്. ന്യൂക്ലിക് ആസിഡ് ഡൈജസ്റ്റിംഗ് എൻസൈംസ്. ഇതിനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എക്സോക്രൈൻ പാർട്ട് ഓഫ് പാൻക്രിയാസ്. നെക്സ്റ്റ് കംസ് ദ ഇൻറ്റസ്റ്റൈനൽ ഗ്ലാൻഡ്സ്. പാൻക്രിയാസ് സെക്കൻഡ് ലാർജസ്റ്റ് ഗ്ലാൻഡ് ആണ്. ഡുവോഡിനത്തിൻ്റെ ലൂപ്പിലാണ് ഇരിക്കുന്നത്. ക്രീം കളേർഡ് ആയിട്ടുള്ള ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ് ആണ്. ഇറ്റ് ഇസ് സോ കോൾഡ് ബിക്കോസ് ഇറ്റ് ഹാസ് ബോത്ത് എക്സോക്രൈൻ ആൻഡ് എൻഡോക്രൈൻ ഫങ്ഷൻസ്. എക്സോക്രൈൻ മീൻസ് pancreatic duct ഉണ്ട് that opens into duodenum along with the bile duct. And exocrine part secretes alkaline ആയിട്ടുള്ള pancreatic juice. It consists of inactive enzymes, protein digesting enzymes, also amylase, lipase and nuclease. Then comes the intestinal glands. Intestinal glands are simple tubular glands.
There are of two types. Crypts of lubercin, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, വില്ലയുടെ ആ കുഴിയുടെ അവിടെ ക്രിപ്സ് ഓഫ് ഇൻറ്റസ്റ്റൈനൽ ക്രിപ്റ്റ് ഉണ്ടെന്ന് കണ്ടോ, ഇതാണ് ഇൻറ്റസ്റ്റൈനൽ ക്രിപ്റ്റ്. അവിടെ ക്രിപ്സ് ഓഫ് ലൂബർക്കിൻ എന്ന് പറഞ്ഞ സ്പെഷ്യലൈസ് സെൽസ് ഉണ്ട്. ദേ സെക്രീറ്റ് മ്യൂക്കസ് സെക്രീറ്റിംഗ് സെൽസ്, ഗോബ്ലെറ്റ് സെൽസ്, ആൻഡ് ഓൾസോ എൻസൈം സെക്രീറ്റിംഗ് പാനത്ത് സെൽസ്. ക്രിപ്സ് ഓഫ് ലൂബർക്കിനിൽ മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്ന ഗോബ്ലെറ്റ് സെൽസും ഉണ്ട്, എൻസൈമിനെ സെക്രീറ്റ് ചെയ്യുന്ന പാനത്ത് സെൽസും ഉണ്ട്. ഓൾസോ ബ്രണ്ണേഴ്സ് ഓർ ഡുവോഡിനൽ ഗ്ലാൻസ്. ഇറ്റ് ഈസ് കൺഫൈൻഡ് ടു സബ് മ്യൂക്കോസ ഓഫ് ഡുവോഡിനം. ഡുവോഡിനത്തിൻ്റെ സബ് മ്യൂക്കോസ എന്ന് പറയുന്ന ലെയറിൽ കാണുന്നതാണ് ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ്. ഇറ്റ് സെക്രീറ്റ്സ് ഓൺലി മ്യൂക്കസ്. അപ്പോൾ ക്രിപ്സ് ഓഫ് ലൂബർക്കിൻ ആണ് മ്യൂക്കസിനെയും അതുപോലെ എൻസൈമിനെയും സെക്രീറ്റ് ചെയ്യുന്നത്. ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ് സെക്രീറ്റ് ഓൺലി മ്യൂക്കസ്. Intestinal glands secrete alkaline juice, intestinal juice, and that intestinal juice is known as succus entericus. Important ആണ് succus entericus. This is also alkaline. നമ്മൾ ഒരെണ്ണം മാത്രമേ അസിഡിക് പഠിച്ചിട്ടുള്ളൂ, ഏതാ? ഗ്യാസ്ട്രിക് ജ്യൂസ്. ബാക്കിയെല്ലാം ആൽക്കലൈൻ ആണ്. ഇറ്റ് കണ്ടെയ്ൻ എൻസൈംസ് ലൈക്ക് മാൾട്ടേസ്, ലാക്ടേസ്, സൂക്രേസ്, ഡൈപെപ്റ്റിഡേസ്, ലിപ്പേസ്, ന്യൂക്ലിയോട്ടിഡേസസ്, ന്യൂക്ലിയോസിഡേസസ്. ഈ എൻസൈമിൻ്റെ എല്ലാം മിക്കതിൻ്റെയും പേര് വരുന്നത് അവരുടെ സബ്സ്ട്രേറ്റ് പ്ലസ് AAC ആണ് കേട്ടോ. ഓൾസോ ബൈകാർബണേറ്റ് ആൻഡ് മ്യൂക്കസ് പ്രൊവൈഡ് ആൽക്കലൈൻ മീഡിയം ആൻഡ് പ്രൊട്ടക്റ്റ് ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസ. ഈ പറയുന്ന എൻസൈംസിനെല്ലാം ആൽക്കലൈൻ മീഡിയത്തിലെ ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. We studied that all enzymes have an optimum pH at which the enzyme shows maximum activity, and this pH is alkaline. ആൽക്കലൈൻ pH മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ബൈകാർബണേറ്റ് അയൺസിൻ്റെ പ്രത്യേകത. അതുപോലെ ഇൻറ്റസ്റ്റൈനിൻ്റെ മ്യൂക്കസ് ലെയറാണ് ഇൻറ്റസ്റ്റൈനൽ സെൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ദിസ് ഇസ് ഓൾ അബൌട്ട് ഇൻറ്റസ്റ്റൈനൽ ഗ്ലാൻഡ്സ്. മേജർ ഇൻറ്റസ്റ്റൈനൽ ഗ്ലാൻഡ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇസ് സലൈവറി ഗ്ലാൻഡ്, പരോട്ടിഡ് ഗ്ലാൻഡ്, മാക്സിലറി സബ്ലിംഗ്വൽ, പിന്നെ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്, മ്യൂക്കസ് സെക്രീറ്റിംഗ് ഗ്ലാൻഡ്സ് ഉണ്ട്, മ്യൂക്കസ് സെക്രീറ്റിംഗ് സെൽസ് ഉണ്ട്, ചീഫ് സെൽസ് ഓർ zymogen cells or parietal cells. Then comes the chief cells or peptic cells. Then comes the oxyntic or parietal cells. Oxyntic or parietal cells secretes HCl, also Cassell's intrinsic factor. Then comes the liver, largest gland. Bile is the juice which is produced by liver. It is temporarily stored in gallbladder, and the pathway of bile is very important. And sphincter of OD, cystic duct, അതൊക്കെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ബൈൽ എൻസൈംസ് ഇല്ല. ബിലിറുബിൻ, ബിലിവേർഡിൻ, ബൈൽ സാൾട്ട്സ്, കൊളസ്ട്രോൾ, ഫോസ്ഫോലിപ്പിഡ്സ് ഒക്കെ ഉള്ളൂ. Pancreas, second largest gland. It is heterocrine because it has both exocrine and endocrine functions. Intestinal glands, that is succus entericus. Two types of glands, crypts of Lubberkin and Brunner's glands. Crypts of Lubberkin has both goblet cells and Paneth cells, that is it secretes both mucus and enzymes, while Brunner's gland secretes only mucus. That is all about digestive glands.